ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഇന്ന് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അധ്യായം 6 86 മുതൽ 103 വരെയുള്ള ശ്ലോകങ്ങളാണ് വായിക്കുന്നത്. പ്രഹ്ലാദസ്താളധാരീ തരളഗതിതയാ ചോദ്ധവ കാംസ്യധാരീ വീണാധാരീ സുരർഷി സ്വരകുശലതയാ രാഗകർത്താർജുനോഭൂത്. ഇന്ദ്രോ വാദീൻ മൃദംഗം ജയ ജയ സുകരാ കീർത്തനേ തേ കുമാരാ യത്രാഗ്രേ ഭാവവക്താ സരസരജനയാ വ്യാസപുത്രോ ബഭൂവ. നനർത്തമധ്യേ ത്രികമേവ തത്ര ഭക്ത്യാദിഗാനാം നടവത്സു തേജസാം അലൗകികം കീർത്തനമേതദീക്ഷ്യ ഹരിപ്രസന്നോപി വചോ ബ്രവീത്തത്. മത്തോ വരം ഭാവവൃതാത് പ്രണുധ്വം പ്രീതഃ കഥാകീർത്തനതോസ്മി സാമ്പ്രതം. ശ്രുത്വേതി തദ്വാക്യമതിപ്രസന്നാ പ്രേമാർദ്രചിത്താ ഹരിമൂചിരേ തേ. നഗാഹഗാഥാസു ച സർവഭക്തൈരേഭിസ്ത്വയാ ഭാവ്യമിതി പ്രയത്നാത് മനോരഥോയം പരിപൂരണീയസ്തഥേതി ചോക്ത്വാന്തരധീയതാച്യുത. തതോ നമത്തച്ചരണേഷു നാരദസ്തഥാ ശുകാദീനപി താപസാംശ്ച. അഥ പ്രഹൃഷ്ടാ പരിനഷ്ടമോഹാ സർവേ യയുഃ പീതകഥാമൃതാസ്തേ. ഭക്തിസ്സുതാഭ്യാം സഹ രക്ഷിതാ സാ ശാസ്ത്രേ സ്വകീയേപി തദാ ശുകേന. അതോ ഹരിർഭാഗവതസ്യ സേവനാത് ചിത്തം സമായാതി ഹി വൈഷ്ണവാനാം. ദാരിദ്ര്യദുഃഖജ്വരദാഹിതാനാം മായാപിശാചീ പരിമർദിതാനാം സംസാരസിന്ധൗ പരിപാതിതാനാം ക്ഷേമായ വൈ ഭാഗവതം പ്രഗർജ്ജതി. ശൗനക ഉവാച. ശുകേനോക്തം കഥാരാജ്ഞേ ഗോകർണേന കഥാ പുനഃ. സുരർഷയേ കഥാ ബ്രാഹ്മൈശ്ചിന്തി മേ സംശയം ത്വിമം. സൂത ഉവാച. ആകൃഷ്ണനിർഗമാത് ത്രിംശദ്വർഷാധികഗതേ കലൗ നവമീതോ നഭസ്യേ ച കഥാരംഭം ശുകോ കരോത്. പരീക്ഷിശ്രവണാന്തേ ച കലൗ വർഷശതദ്വയേ ശുദ്ധേ ശുചൗ നവമ്യാം ച ധേനുജോ കഥയത് കഥാം. തസ്മാദപി കലൗ പ്രാപ്തേ ത്രിംശദ്വർഷഗതേ സതി ഊചുരൂർജേസി തേ പക്ഷേ നവമ്യാം ബ്രഹ്മണഃ സുതാഃ. ഇത്യേതത്തേ സമാഖ്യാതം യത് പൃഷ്ടോഹം ത്വയാ നഘ. കലൗ ഭാഗവതീ വാർത്താ ഭവരോഗവിനാശിനി. കൃഷ്ണപ്രിയം സകലകൽമഷനാശനം ച മുക്ത്യേകഹേതുമിഹ ഭക്തിവിലാസകാരി. സന്തഃ കഥാനകമിദം പിബതാദരേണ ലോകേ ഹി തീർത്ഥപരിശീലനസേവയാ കിം. സ്വപുരുഷമപി വീക്ഷ്യ പാശഹസ്തം
വദതി യമഃ കില തസ്യ കർണമൂലേ പരിഹര ഭഗവത് കഥാസു മത്താൻ പ്രഭുരഹമന്യനൃണാം ന വൈഷ്ണവാനാം അസാരേ സംസാരേ വിഷയവിഷസംഗാകുലധിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത ശുകഗാഥാതുലസുധാം കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപഥേ കുത്സിതകഥേ പരീക്ഷിത് സാക്ഷി യത്ശ്രവണഗതമുക്ത്യുക്തികഥനേ രസപ്രവാഹസംസ്ഥേന ശ്രീശുകേ കഥാ കണ്ഠേ സംബധ്യത്തെ യേന സ വൈകുണ്ഠപ്രഭുർഭവേത് ഇതി ച പരമഗുഹ്യം സർവസിദ്ധാന്തസിദ്ധം സപതി നികതിതം തേ ശാസ്ത്രപുഞ്ജം വിലോക്യ ജഗതി ശുകകഥാതോ നിർമ്മലം നാസ്തി കിഞ്ചിത് പിബ പരസുഖഹേതോർ ദ്വാദശസ്കന്ധസാരം ഏതാം യോ നിയതതയാ ശൃണോതി ഭക്ത്യാ യശ്ചൈനാം കഥയതി ശുദ്ധവൈഷ്ണവാഗ്രേ തൗ സമ്യക് വിധികരണാത് ഫലം ലഭേതേ യാഥാർത്ഥ്യാന ഹി ഭുവനേ കിമപ്യസാധ്യം. ഇതി ശ്രീപദ്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവതമാഹാത്മ്യേ ശ്രവണവിധികഥനം നാമ ഷഷ്ടോധ്യായഃ. ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിലെ 6-ാം അധ്യായത്തിലെ അവസാന ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സൂതൻ പറയുന്ന ഭാഗത്തിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ കഥ. അതായത് ഈ സദസ്സിൽ നടക്കുന്ന ഹരിഭജനത്തിൽ ആരാർ ഏതേതു വിഷയങ്ങളെ അംഗീകരിച്ചുവെന്ന് കാണിക്കുന്നു. പ്രഹ്ലാദൻ താളം പിടിച്ചു, ഉദ്ധവർ തരളഗതിയിൽ ചതുരനായതുകൊണ്ട് ചേർമംഗലം പിടിച്ചു, നാരദർ വീണ വായിച്ചു, സ്വരത്തിൻ്റെ ആരോഹണ അവരോഹണ ക്രമത്തിൽ സമർത്ഥനായതുകൊണ്ട് അർജുനൻ രാഗാലാപം ചെയ്തു, ഇന്ദ്രൻ മൃദംഗം വായിച്ചു, സനകാദികൾ ജയ ജയ ശബ്ദം ഉച്ചത്തിൽ ഉച്ചരിച്ചു. ഇവരുടെ എല്ലാം മുമ്പാകെ ശൃംഗാരഭക്തി ഭയാദികളായ 10 വിധ രസങ്ങളെയും അതാതു ഘട്ടങ്ങളിൽ പ്രകാശിപ്പിച്ചും കൊണ്ട് ഭാവം പറയുന്ന വിഷയത്തിൽ വ്യാസപുത്രനായ ശ്രീ ശുകരും ഏർപ്പെട്ടു. അത്യന്തം ശോഭയോടുകൂടിയ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്ന 3 പേരും ദിവ്യരൂപധരന്മാരായിട്ട് ആ സദസ്സിൽ നടന്മാരെന്ന പോലെ നടനം ചെയ്തു. ദിവ്യമായ ഈ കീർത്തന നർത്തനാദികളെ കണ്ടിട്ട് പ്രസന്നനായ ശ്രീഹരി ഇപ്രകാരമുള്ള വചസ്സിനെ പറഞ്ഞു: ഹേ ഭഗവൽ ഭക്തന്മാരെ, എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന വരം പ്രാർത്ഥിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ചെയ്ത കഥാകീർത്തനം നിമിത്തം ഞാനിപ്പോൾ സന്തുഷ്ടനായിരിക്കുന്നു. ഇപ്രകാരം ശ്രീഹരി പറഞ്ഞതിനെ കേട്ടിട്ട് പരമസന്തുഷ്ടന്മാരായ പ്രഹ്ലാദൻ തുടങ്ങിയവർ പറഞ്ഞു: സപ്താഹ കഥാശ്രവണത്തിൽ തൽപരന്മാരായ ഈ എല്ലാ ഭക്തന്മാരോടും അവിടുന്ന് ചേർന്ന് വസിക്കണം, ഞങ്ങളുടെ ഈ മനോരഥത്തെ സഫലമാക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്രകാരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ മറഞ്ഞു. പിന്നീട് നാരദർ അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അപ്രകാരം ശുഗാദികളായ താപസന്മാരെയും വന്ദിച്ചു. പിന്നെ അമൃതതുല്യമായ ഭാഗവത കഥയെ പാനം ചെയ്ത് അവരെല്ലാവരും അജ്ഞാനം നശിച്ചതിനാൽ ആനന്ദയുക്തമായ അന്തരംഗത്തോടു കൂടിയവരായിട്ട് അവിടെ നിന്നും പോവുകയും ചെയ്തു. ശ്രീശുകമുനി സ്വകീയ ശാസ്ത്രമായ ശ്രീമദ് ഭാഗവതത്തിൽ ജ്ഞാനവൈരാഗ്യ സഹിതയായ ഭക്തിയെ നിർബാധമായി ഇരുത്തി സംരക്ഷിച്ചു. അതുകൊണ്ട് ഭാഗവതത്തെ നിരന്തരം സേവിക്കുന്ന വിഷ്ണുഭക്തന്മാരുടെ ഹൃദയത്തിൽ നിന്നും വിട്ടുപിരിയാതെ ശ്രീഹരി വസിക്കും. നിർധനത, രോഗബാധാദികൾ നിമിത്തമുണ്ടാകുന്ന ദുഃഖം, ജ്വരം എന്നിവയാൽ ദഹിപ്പിക്കപ്പെടുന്നവരുടെയും മായയാകുന്ന പിശാചിയാൽ 4 ഭാഗത്തു നിന്നും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും ജന്മജരാമരണാദി രൂപത്തോടുകൂടിയ സംസാര സമുദ്രത്തിൽ മുങ്ങിയും പൊങ്ങിയും ക്ലേശമനുഭവിക്കുന്നവരുടെയും ക്ഷേമത്തിനായിക്കൊണ്ട് ഞാൻ
മാത്രം മതിയെന്ന് ശ്രീമദ് ഭാഗവതം ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. ഹേ സൂത, ശൗനകൻ പറയുകയാണ്, ഹേ സൂത, ശ്രീശുകൻ പരീക്ഷിത്ത് രാജാവിനും ഗോകർണൻ ധുന്ധുകാരിയുടെ പ്രേതത്വ മോചനത്തിനായിക്കൊണ്ടും ബ്രഹ്മപുത്രന്മാരായ സനകാദികൾ ദേവർഷിയായ നാരദനായിക്കൊണ്ടും ഏതേത് കാലത്താണ് സപ്താഹയജ്ഞം നടത്തിയത്? ഈ സംശയത്തെ അങ്ങ് തീർത്തു തരണം. അപ്പോൾ സൂതർ പറയുന്നു, ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ നിന്ന് പോയ ശേഷം കലിവർഷം 30-ാമതിൽ കന്നിമാസം ശുക്ലനവമി ദിവസം മുതൽക്ക് ശ്രീശുക മുനി പരീക്ഷിത്തിനായിക്കൊണ്ട് ഉപദേശിച്ചു. പരീക്ഷിത്തിൻ്റെ കഥാശ്രവണ അവസാനത്തിന് ശേഷം കലിവർഷം 200 കഴിഞ്ഞപ്പോൾ കർക്കടക മാസത്തിൽ ശുക്ലനവമി മുതൽ ഗോകർണൻ സപ്താഹകഥ നടത്തി. ഇതിനുശേഷം കലിവർഷം 30 കഴിഞ്ഞപ്പോൾ ബ്രഹ്മപുത്രന്മാർ കാർത്തിക മാസം ശുക്ലപക്ഷ നവമിയിൽ കഥ പറഞ്ഞു. ഹേ പരിശുദ്ധനായ ശൗനക, അങ്ങ് ചെയ്ത ചോദ്യത്തിന് ഉത്തരം ഈ വിധം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കലിയുഗത്തിൽ ഭഗവത് കഥാപ്രസംഗം സംസാര രോഗത്തെ നശിപ്പിക്കുന്ന സിദ്ധ ഔഷധമാകുന്നു. ഹേ സജ്ജനങ്ങളെ, ഈ ഭാഗവത കഥാമൃതത്തെ ആദരപൂർവം ആസ്വദിക്കുവിൻ. ഭക്തിയെ പ്രോജ്വലിപ്പിക്കുന്ന ഈ കഥ മുക്തിക്ക് മുഖ്യ കാരണമാകുന്നു. സകല പാപങ്ങളെയും ഇത് നശിപ്പിക്കും. ശ്രീകൃഷ്ണ പ്രീതിയെ ജനിപ്പിക്കും. ലോകത്തിൽ പല ദുഃഖങ്ങൾക്കും കാരണമായിരിക്കുന്ന അർത്ഥാദികളെ നിരന്തരം സമ്പാദിക്കുന്നതിനായി ചെയ്യുന്ന യത്നത്താൽ എന്തു ഫലമാണ് ലഭിക്കാനുള്ളത്? നിസ്സാരങ്ങളായ അർത്ഥാദികളിലുള്ള ചിന്തയെ വെടിഞ്ഞ് ശ്രീമദ് ഭാഗവതം സാദരം സേവിക്കുവിൻ. പാശം കയ്യിലെടുത്തു പിടിച്ചിരിക്കുന്ന ഭൃത്യനെ നോക്കിയിട്ട് യമൻ ഭൃത്യൻ്റെ കർണമൂലത്തിൽ ഉപദേശിക്കുന്നു, ശ്രീഹരികഥയിൽ ആനന്ദിച്ചിരിക്കുന്നവരുടെ അരികത്ത് നീ പോകരുത്. ഭഗവത് കഥാസക്തന്മാരിൽ എനിക്ക് അധികാരമില്ല. അവരെ ഒഴിച്ചുള്ള മനുഷ്യരിൽ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ. അതിനാൽ വൈഷ്ണവന്മാരുടെ സന്നിധിയിൽ പ്രവേശിക്കാതിരിക്കണമെന്ന സംഗതി ഓർമ്മയിൽ ഇരിക്കട്ടെ. സാരഹീനമായ സംസാരത്തിൽ വിഷയങ്ങളാകുന്ന വിഷങ്ങളുടെ വ്യാപ്തി നിമിത്തം ക്ലേശിക്കുന്ന ബുദ്ധിവൃത്തികളോടുകൂടിയ ജനങ്ങളെ നിങ്ങൾ അല്പസമയമെങ്കിലും ശ്രീശുക മുനിയാൽ ഗാനം ചെയ്യപ്പെട്ടതും അമൃതത്തേക്കാൾ ആസ്വാദ്യവുമായ ഭാഗവത ശാസ്ത്രസാരത്തെ സേവിപ്പിൻ. അത് നിങ്ങൾക്ക് പരമശ്രേയസ്സിനെ നൽകും. കുൽസിത കഥ കൊണ്ട് ഫലമൊന്നും കിട്ടില്ല. ഭാഗവത ശ്രവണത്താൽ മുക്തി ലഭിക്കുമെന്നു പറയുന്നതിനെ ദൃഷ്ടാന്തപ്പെടുത്തി കാട്ടിത്തരുന്ന പരീക്ഷിത്ത് മഹാരാജാവ് തന്നെയാണ് ഇതിന് സാക്ഷി. ബ്രഹ്മാനന്ദ പ്രവാഹത്തിൻ്റെ ഒഴുക്കിൽ സ്ഥിരനായിരിക്കുന്ന ശ്രീ ശുഗമുനിയാൽ കീർത്തിക്കപ്പെട്ട കഥയെ യാതൊരുവൻ കണ്ഠത്തിൽ നിന്ന് വിടാതിരിക്കുന്നുവോ അവൻ വൈകുണ്ഠത്തിൽ പ്രഭുവായി ഭവിക്കും. ഇപ്രകാരം പരമരഹസ്യവും സർവസിദ്ധാന്തങ്ങളുടെ പരീക്ഷണത്തിൽ നിന്ന് സിദ്ധിച്ചതായ പരമസിദ്ധാന്തവുമായ ശാസ്ത്രത്തെ അങ്ങയോട് പറഞ്ഞു. സകല ശാസ്ത്രവും പരിശോധിച്ചു നോക്കിയപ്പോൾ ശുഗശാസ്ത്രത്തേക്കാൾ കളങ്കരഹിതമായ മറ്റൊരു ശാസ്ത്രം ജഗത്തിൽ ഇല്ലെന്ന് കണ്ടിരിക്കുന്നു. പരമസുഖലാഭത്തിനായിക്കൊണ്ട് 12 സ്കന്ധങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സാരത്തെ ആസ്വദിച്ചുകൊള്ളുക. ഇതിനെ യാതൊരുവൻ നിയമേന ഭക്തിപൂർവം ശ്രവിക്കുന്നുവോ, അതായത് കേൾക്കുന്നുവോ, യാതൊരുവൻ ഇതിനെ ശുദ്ധിയോടെ വൈഷ്ണവരുടെ മുൻപാകെ കീർത്തിക്കുന്നുവോ, അവർ രണ്ടുപേരും ചെയ്യേണ്ടതിനെ വിധിപ്രകാരം ചെയ്തവരാകയാൽ പരമഫലത്തെ പ്രാപിക്കും. യഥാർത്ഥ തത്വജ്ഞാനം നിമിത്തം ഭൂമിയിൽ സാധിപ്പാൻ കഴിയാത്തത് യാതൊന്നും ഇല്ല. ഇതി ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവതമാഹാത്മ്യേ ശ്രവണവിധി കഥനം നാമ 6ോऽധ്യായഃ സമാപ്തമിദം ഭാഗവതം മാഹാത്മ്യം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശുഭം ഭൂയാത്.